അതായത് ഹൈക്കമാൻഡിന്റെ വിലക്ക് മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട പരസ്യമായ പ്രതികരണങ്ങൾ വേണ്ട, അങ്ങനെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു നടപടികളും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന നിർദ്ദേശം നേരിട്ട് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിദഗ്ധമായി ഈ വിവാദങ്ങളിലൊന്നും പരസ്യമായ ഒരു പ്രതികരണത്തിനും ആരും തയ്യാറായിട്ടില്ല. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക മാത്രമാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ഫലം വന്നു കഴിഞ്ഞ ശേഷം ചർച്ച ചെയ്യാനുള്ള വിഷയമാണ്. അപ്പോൾ മാത്രം അതിൻ്റെതായ സ്ട്രാറ്റജിയിൽ നേരത്തെ കീഴ്വഴക്കങ്ങൾ എങ്ങനെയാണോ അത്തരത്തിൽ തന്നെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കുമെന്ന് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമൊക്കെ ആവർത്തിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. പക്ഷേ ഒരു കൃത്യമായ സംഘടിത സ്വഭാവത്തോടെ തന്നെയാണ് സൈബർ ഇടങ്ങളിൽ ഈ പോര് ഇപ്പോഴും മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ വി.ഡി. സതീശൻ അനുകൂലികളുടേതെന്ന പേരിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ. അതിൽ വളരെ വ്യക്തമായി ഏത് തരത്തിലായിരിക്കണം വി.ഡി. സതീശനെ ഉയർത്തി കാണിക്കേണ്ടതിൻ്റെ അനിവാര്യത എന്തൊക്കെയാണ്, അതിലെ രാഷ്ട്രീയ സാഹചര്യം എന്തൊക്കെയാണ്. കെ.സി. വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും കേരളത്തിലേതിന് തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. അദ്ദേഹം കേരളത്തിലേക്ക് എത്തേണ്ട ആളല്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആ വാട്സപ്പ് ചാറ്റുകളിൽ പുറത്തു വന്ന വാട്സപ്പ് ചാറ്റുകളിലുണ്ട്. അതോടൊപ്പം ചില ശബ്ദ സന്ദേശങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയം, ഈ ചാറ്റുകൾ പുറത്തു വന്ന വിഷയം മറുചേരി അത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യമായി അതിലൊരു പ്രതികരണത്തിലേക്കോ വിവാദമാകുന്ന പ്രസ്താവനകളിലേക്കോ ഒന്നും പോകാനിടയില്ല. നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരട്ടെ, അതിനുശേഷം KPCCയുടെ നേതൃയോഗം ചേരും. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള യോഗമായിരിക്കും ചേരുക. ആ യോഗത്തിൽ വെച്ച് ഈ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള രൂക്ഷമായൊരു തർക്കത്തിലേക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ തന്നെയാണ് സാഹചര്യം. കാരണം വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത് കഴിഞ്ഞ 5 വർഷം സംസ്ഥാനത്ത് വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ, മുന്നണിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് കാണാതിരുന്നുകൂടാ. അദ്ദേഹത്തിനാണ് മുന്നണിക്ക് അധികാരം ലഭിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് വി.ഡി. സതീശനും കൂടി അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തെ അങ്ങനെ ഒരു കാരണവശാലും എഴുതി തള്ളിക്കൊണ്ട് മുമ്പോട്ട് പോകാനാവില്ല എന്ന നിലപാടിൽ വി.ഡി. സതീശൻ പക്ഷം ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ചാറ്റുകളുടെ രൂപത്തിൽ, സ്ക്രീൻഷോട്ടുകളുടെ രൂപത്തിൽ ആ ചാറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതേസമയം കെ.സി. വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് കെ.സി. വേണുഗോപാലാണ് ഈ തെരഞ്ഞെടുപ്പ് നയിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും താഴെത്തട്ടിൽ മുതൽ നടത്തിയത്. പല തർക്കങ്ങളുണ്ടായിരുന്നു. പാർട്ടിയെ ജയസാധ്യതകളെ ബാധിക്കാവുന്ന തരത്തിലുള്ള പല സ്ഥാനാർത്ഥികളാകാൻ കഴിയാത്തവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഇടപെടലുകൾ വരുമെന്ന് അതൊക്കെ രമ്യമായി പരിഹരിച്ചത് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്നാണ് എന്ന നിലപാടിലാണ് കെ.സി. പക്ഷം. അതേസമയം രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവർ ഇപ്പോഴും പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അതായത് കരുണാകരന് ശേഷം എ.കെ. ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടിക്ക് ശേഷം ആരെ എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തല മാത്രമാണ് ഉത്തരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് മുഴുവനുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊറോണ വന്നതിന് ശേഷമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള പ്രചാരണമോ അല്ലെങ്കിൽ സംഘടിതമായ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കോ ഒന്നും കഴിയാതിരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പരാജയം സംഭവിച്ചത്. അതിന്റെ ഉത്തരവാദിത്വം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെയും തലയിൽ മാത്രം ഇട്ടുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രമല്ല അന്ന് ഒരു 10 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ തലവൻ ഉമ്മൻചാണ്ടിയായിരുന്നു. അങ്ങനെ ആ 10 അംഗ സമിതി നിലനിൽക്കെയാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ UDF നേരിട്ടത്. അപ്പോൾ പിന്നെ ഉത്തരവാദിത്വം എങ്ങനെ മുല്ലപ്പള്ളിയിലും ചെന്നിത്തലയിലും മാത്രമായി ഒതുക്കാൻ കഴിയും? അത് കൃത്യമായി അവരെ ഒതുക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ നീക്കമാണ്. അതല്ല നിലവിലെ സാഹചര്യം. എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ചെന്നിത്തലയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാ വിഭാഗങ്ങളെയും സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് NSSനെയും SNDPയെയും ഒക്കെ കൃത്യമായി കൂടെ നിർത്തിക്കൊണ്ട് പോകാൻ ചെന്നിത്തലയ്ക്ക് കഴിയും. അതുകൊണ്ട് ചെന്നിത്തലയാണ് ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവ് ചെന്നിത്തലയാണ് നിലവിൽ സജീവമായിട്ടുള്ളവരിൽ. അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് ആ ഒരു അവസരം ലഭിക്കണം. അതൊരു നാച്ചുറൽ ജസ്റ്റിസ് ആണ്, ചോയ്സ് ആണ് എന്ന നിലപാടിലാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ. ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ തുടങ്ങിയ പോര് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഫലം വരാൻ ഒരാഴ്ചയും ചില ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അതൊരു മറ്റൊരു ദിശയിലേക്ക് മാറുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ചാറ്റുകളുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഒരു നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ വി.ഡി. സതീശന്റെ വലിയ ഫ്ലക്സ് ബോർഡ് എറണാകുളത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. സമാനമായ തരത്തിൽ മറ്റ് നേതാക്കളുടെ പേരുകളൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ബോർഡുകൾ വരും ദിവസങ്ങളിൽ ഉയരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം സൈബർ ഇടങ്ങളിൽ കൃത്യമായ ലക്ഷ്യത്തോടെ തന്നെയാണ് 3 നേതാക്കൾക്ക് വേണ്ടിയുള്ള പ്രചാരണം അവരുടെ അനുയായികൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് ഇനി തെരുവിലേക്ക് എപ്പോൾ എത്തുമെന്ന് മാത്രം കണ്ടാൽ മതി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.